الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വയുള്ളവരായി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി തീരുവാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തു തൗബയിലെ 2 വചനങ്ങളാണ് ഓതി കേൾപ്പിച്ചത്. 71, 72 വചനങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെയും സ്ത്രീകളെയും വിശ്വാസികളെയും വിശ്വാസിനികളെയും ചേർത്ത് പറയുന്ന പല വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ 2 വചനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഓതി വെച്ചത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും, ബഅ്ളുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം മിത്രങ്ങളാണ്. എപ്പോൾ? യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുന്നു, വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മ ദുരാചാരം വിരോധിക്കുകയും ചെയ്യുന്നു, വയുഖീമൂന സ്വലാത്ത, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നു, വയുതൂന സകാത്ത, സകാത്ത് നൽകുന്നു, വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്. എന്താ അതിനുള്ള ഗുണം? ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ടാവുക. ഇന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്,
ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു കരാറ് ചെയ്തിരിക്കുന്നു, ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന നിത്യവാസത്തിന്റെ തോട്ടങ്ങൾ, സ്വർഗങ്ങൾ, ഖാലിദീന ഫീഹ, അതിൽ അവർ ശാശ്വതമാണ്, വമസാകിന തയ്യിബത്തൻ, വിശിഷ്ടമായ പാർപ്പിടങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കരാറ് ചെയ്യുന്നു, ഫി ജന്നാത്തി അദ്നിൻ, നിത്യവാസത്തിന്റെ സ്വർഗങ്ങളിൽ, വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിങ്കൽ നിന്നുള്ള തൃപ്തിയാണ്, അവന്റെ പ്രീതിയാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം. ഇതാണ് ഈ രണ്ട് വചനങ്ങളുടെ സാരം. വിശ്വാസിനികളെയും വിശ്വാസികളെയും ചേർത്ത് പറയുന്ന വചനങ്ങളിൽ പെട്ടതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകുന്ന വാഗ്ദാനത്തിൽ യാതൊരു വ്യത്യാസവും നൽകുന്നില്ല എന്നും ഈ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഇസ്ലാം സ്ത്രീയും പുരുഷനും വിഭിന്നങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പരസ്പര പൂരകങ്ങളായി ബാധ്യതകൾ നിറവേറ്റേണ്ടവരും അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരുമാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞു തരുന്ന കാര്യം. എന്ന് വെച്ചാൽ രണ്ട് വിഭിന്നങ്ങളായ രണ്ട് സൃഷ്ടികളാണ് ആണും പെണ്ണും, എന്നാൽ അവർ പരസ്പര പൂരകങ്ങളാണ്. ആ നിലയിൽ ബാധ്യതകൾ നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്, അതുപോലെ തന്നെ അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരുമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്ന കാര്യം. എന്നാൽ ആൺകോയ്മ വ്യവസ്ഥിതികൾ പലപ്പോഴും ബാധ്യതകളെ കുറിച്ച് മാത്രം പറയും, മറ്റു ചിലരാകട്ടെ അവകാശങ്ങളെ കുറിച്ച് മാത്രം പറയും. പരിശുദ്ധ ഇസ്ലാം ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ബാധ്യതകളും അവകാശങ്ങളും രണ്ട് വിഭാഗത്തിനുമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതയുള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട്. പുരുഷൻ എന്നുള്ള പദവി ഏതായാലും അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് സാരം. എന്നാൽ രണ്ടു കൂട്ടർക്കും ബാധ്യതയുണ്ട്, അവകാശങ്ങളുമുണ്ട് എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗം. ഇസ്ലാം സ്ത്രീ പുരുഷ പാരസ്പര്യത്തിന്റെ താളങ്ങളെ സ്നിഗ്ധമായി ആ നിയമങ്ങൾ മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്, സ്ത്രീയും പുരുഷനും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ളതാണ് ഒന്ന് പ്രധാനമായി ഊന്നി പറയുന്നത്. ഒറ്റ അസ്തിത്വം, രണ്ട് വശങ്ങളാണ് പുരുഷനും സ്ത്രീയും. എത്രയോ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പൊ നമ്മൾ സാധാരണ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ വേണ്ടി സൂറത്തു നിസായിലെ 1-ാമത്തെ വചനം സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുമ്പോൾ, ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ അസ്തിത്വത്തിൽ നിന്ന്, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ട് വഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന്, ആ അസ്തിത്വത്തിൽ നിന്ന്, ആ നഫ്സിൽ നിന്ന് അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. സൂറത്തു അഅറാഫിലെ 9-ാമത്തെ വചനം പറയുന്നത് ഹുവല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വജഅല മിൻഹാ സൗജഹ. ഈ പ്രയോഗം ഖുർആൻ ഓതുന്നവരാണല്ലോ നമ്മളൊക്കെ. ഇങ്ങനെ നഫ്സിനെ കുറിച്ചും നമ്മളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഒപ്പം നമ്മളുടെ സൗജിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും പറയുന്ന ഭാഗങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക നന്നായി. ഒറ്റ അസ്തിത്വത്തിൽ നിന്ന് രണ്ട് വശങ്ങളായിട്ടാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാം. അതുപോലെ സ്ത്രീയും പുരുഷനും മതപരമായി അവർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരേ സ്ഥാനമാണുള്ളത്. ആണായാലും പെണ്ണായാലും ഒരു വേർതിരിവും അക്കാര്യത്തിലില്ല. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ ബഅദുകും മിൻ ബഅദ്. അള്ളാഹ് സൂറത്ത് ആല ഇംറാനിലെ അവസാന ഭാഗത്തുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി എന്ന് തുടങ്ങുന്ന നമുക്കൊക്കെ ഏറെ പരിചിതമായ വചനങ്ങളാണ്. നാം അത് പാരായണം ചെയ്യേണ്ടതാണ്, ചെയ്യാറുള്ളതാണ്. അതിന്റെ നടുഭാഗത്തായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഫസ്തജാബ ലഹും റബ്ബുഹും, ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്നു. എന്താണ്? അന്നീ, തീർച്ചയായും ഞാൻ, ലാ ഉളിഉ, ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല,
ഞാൻ വൃഥാവിലാക്കുകയില്ല, ഞാൻ വെറുതെ കളയുകയില്ല. അമല ആമിലിൻ മിൻകും, നിങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവന്റെ അമൽ ചെയ്യുന്നവന്റെ ഒരു അമലും ഒരാളുടെയും അമല് ഞാൻ പാഴാക്കി കളയുകയില്ല. മിൻ ദക്കരിൻ ഔ ഉൻസ, അതാണാകട്ടെ പെണ്ണാകട്ടെ. ആണായാലും പെണ്ണായാലും ചെയ്യുന്ന അമൽ എന്താണോ അവർക്ക് കിട്ടുന്ന കൂലി ഒന്ന് തന്നെയാണ്. ആണായതുകൊണ്ട് ഒരു പടി മുകളിലും പെണ്ണായതുകൊണ്ട് അരപ്പടി താഴെയും എന്നുള്ളത് പ്രതിഫലം നൽകുന്ന രംഗത്തില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഒരു വചനം നാം ഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി സൂറത്തുൻ നിസായിലെ 124-ാമത്തെ വചനം നോക്കുക. വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ. ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, വഹുവ മുഅ്മിനുൻ, ശരിയായ വിശ്വാസിയായിക്കൊണ്ട് ശരിയായ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഫഉലൈക, അവർ, ആണായാലും പെണ്ണായാലും അവർ, യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, വലാ യുദ്ലമൂന നഖീറ, അവരോടൊരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുകയില്ല. ആണായതുകൊണ്ട് ഒരു പ്രത്യേക പദവിയും പെണ്ണായതുകൊണ്ട് അതിന്റെ ഒരു അല്പവും എന്നുള്ള ഒരു ചിന്ത ഇല്ല. അള്ളാഹുവിന്റെ എന്ത് കൊടുക്കുന്നതിൽ, അവര് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ നൽകുന്ന വിഷയത്തിൽ. സൂറത്തുൻ നഹ്ലിൽ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ വചനം, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ആണാകട്ടെ പെണ്ണാകട്ടെ ആര് വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവരെ ഈ ഐഹിക ജീവിതത്തിൽ നല്ല വിശിഷ്ടമായ ജീവിതം നാം അവർക്ക് ജീവിപ്പിക്കും. ആണായാലും പെണ്ണായാലും ഹയാതൻ തയ്യിബ, നല്ല ജീവിതം. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ഉത്തമമായ പ്രതിഫലം പരലോകത്ത് നൽകുകയും ചെയ്യും. അവിടെയും ഒരു വേർതിരിവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നില്ല. അതാണ് മുഅ്മിന് മുഅ്മിനാത്ത് എന്ന് ചേർത്ത് പറയുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദക്കറു ഉൻസ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആണിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമോ, ആണ് തന്നെ ശരിയായ വിശ്വാസവും ശരിയായ സൽക്കർമ്മവും ചെയ്യുന്നവനാകണം. പെണ്ണിന്റെ തണലിൽ ആണിന് രക്ഷയില്ല. അതുപോലെ തന്നെ പെണ്ണിന് പരലോകത്ത് നേട്ടവും സ്വർഗവും സൗഭാഗ്യവും ഒക്കെ ലഭിക്കണമോ, അവള് തന്നെ ഈമാനും അവളുടെ തന്നെ ഈമാനും അമലു സാലിഹും ഉണ്ടാകണം. അല്ലാതെ ആണിന്റെ ഭർത്താവിന്റെ തണലിൽ രക്ഷപ്പെടാം എന്ന് പെണ്ണും വിചാരിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല. അവിടെ ആ ജാതി കാര്യമൊന്നുമില്ല. ഭർത്താവ് ഭാര്യ എന്നുള്ള പരിഗണനയൊന്നും അവിടെ ഇല്ല. ഭർത്താവായാലും ഭാര്യ ആയാലും ആണായാലും പെണ്ണായാലും ആര് ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവോ അവർക്കാണ്, അല്ലെങ്കിൽ അവനാണ്, അല്ലെങ്കിൽ അവൾക്കാണ് അവിടുത്തെ പ്രതിഫലം. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വശങ്ങളിലും ഓരോരുത്തരും എന്തായിരിക്കണം? മുസ്ലിം ആകണം, മുഅ്മിനാകണം, ഖാനിത്താകണം, ഖാശിഅ ആകണം, ഹാഫിളീന ഫുറൂജഹും ആകണം. ഇങ്ങനെ പറയുന്ന ഒരു വചനം സൂറത്തുൽ അഹ്സാബിലെ 33-ാം അധ്യായമായ അഹ്സാബിലെ 35-ാമത്തെ വചനം എല്ലാം എണ്ണി എണ്ണി പറയുന്നുണ്ട്, ആണിനെയും പെണ്ണിനെയും ചേർത്തുകൊണ്ട് തന്നെ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമായ പുരുഷന്മാരും മുസ്ലിമായ സ്ത്രീകളും. അപ്പൊ അത് രണ്ടും വന്നല്ലോ. വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസികളായ സ്ത്രീകളും. വൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത്, ഭക്തിയുള്ള പുരുഷന്മാരും ഭക്തിയുള്ള സ്ത്രീകളും. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ പുരുഷന്മാരും സത്യസന്ധരായ സ്ത്രീകളും. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമാശീലരായ പുരുഷന്മാരും ക്ഷമാശീലരായ സ്ത്രീകളും. വൽ ഖാശിഈന വൽ ഖാശിആത്ത്, വിനയമുള്ള പുരുഷന്മാരും വിനയമുള്ള സ്ത്രീകളും. വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീകളും. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീകളും. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ജനനേന്ദ്രിയങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും.
അള്ളാഹുവിനെ അധികമായി ഓർക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ അധികമായി ഓർക്കുന്ന സ്ത്രീകളും കുറെ സ്വഭാവങ്ങളായി പറഞ്ഞു. ഈ സ്വഭാവങ്ങളിൽ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവില്ല. ആരാണോ ആണാണോ ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്, എന്നാൽ അവന് പെണ്ണാണോ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്നത് എങ്കിൽ അവള് എന്താണ്? ലഹും, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു മഗ്ഫിറത്തൻ, പാപമോചനം, വഅജ്റൻ അദീമ, അതിമഹത്തായ പ്രതിഫലവും അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ എന്തായി? ഒരാൾക്കും ഒരാളുടെ ലേബിളിൽ, തണലിൽ രക്ഷയില്ല. ആരായാലും രക്ഷയില്ല. നിങ്ങൾ നോക്കുക, സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗത്ത്, അതായത് ഈമാനും അമലു സാലിഹും ഇസ്ലാമിക ദഅവത്തും സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതും ഒക്കെ ആണാണെങ്കിൽ ആണിനാണ് അതിന്റെ നേട്ടം, പെണ്ണാണെങ്കിൽ പെണ്ണിനാണ് അതിന്റെ നേട്ടം. ആണ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വമില്ല, ബാധ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അവർക്ക് അതേ ലഭിക്കുകയുള്ളൂ എന്ന് സാരം. അപ്പൊ ഇതിലെല്ലാവരും ഈ രംഗത്ത് തുല്യരാണ് എന്നാണ്, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ തുല്യരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ 66-ാമത്തെ അധ്യായമാണ് തഹരീം. തഹരീമിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 സ്ത്രീകളെ എടുത്തു പറയുന്നുണ്ട്. അത് 4ഉം ചിന്തനീയമാണ്. അതിൽ ഒന്ന് കഴിഞ്ഞ ആഴ്ച മറിയമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പരാമർശിച്ചതാണ്, അതുകൊണ്ട് അത് ആവർത്തിക്കേണ്ടതുമില്ല. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ 4 പേരെ എടുത്തുദ്ധരിക്കാതെ രക്ഷയില്ല. ആ 4 പേര് ആരൊക്കെയാണ്? അത് സത്യനിഷേധികൾക്ക് മാതൃകയായിട്ടും സത്യവിശ്വാസികൾക്ക് മാതൃകയായിട്ടും അള്ളാഹു എടുത്തു പറഞ്ഞ 4 സ്ത്രീകളെയാണ്. സത്യവിശ്വാസികൾക്ക് മാതൃകയായിട്ട് എടുത്തു പറഞ്ഞത് ഒന്ന് ഫിറഔനിന്റെ ഭാര്യയായ ഇംറാത്തു ഫിറഔൻ ആസിയ റളിയല്ലാഹു തആല അൻഹ. എന്താണ്? വളരെ ഫിറഔൻ ആരായിരുന്നു എന്നും ഫറോവയുടെ ക്രൂരമായ കൃത്യങ്ങൾ എന്തായിരുന്നു എന്നും, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ഫിറഔനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, അതിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ ഫിറഔന്റെ ഭാര്യ അനുഭവിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ശിക്ഷകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിലുള്ളതാണ്. ഭാര്യയാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ, ചിന്തയില്ലാതെ എങ്ങനെ ഉപദ്രവിക്കാമോ ആ ഉപദ്രവങ്ങളൊക്കെ മുഴുവൻ ചെയ്തതാണ്. ആ ചെയ്ത സന്ദർഭത്തിൽ പോലും അവരുടെ പ്രാർത്ഥന എന്താണ്? റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അതാണ് അവസാന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന. ക്രൂരമായ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അങ്ങേയറ്റം പരവശയായി കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനോട് പറയുന്നത് റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് നീ സ്വർഗത്തിൽ ഒരു ഭവനം നൽകണേന്ന്. കാരണം അന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ സ്വർഗമാണ് ഫിറഔൻ അവിടെ പണിതു വെച്ചിരുന്നത്. ഫിറൗന്റെ കൊട്ടാരം അതായിരുന്നു. ഫിറൗന്റെ ആഡംബരം അങ്ങനെയായിരുന്നു. സുഖിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. സർവ്വസുഖങ്ങളും ആസ്വദിക്കാവുന്ന അവസരം ആസിയയ്ക്ക് അവിടെ ഉണ്ട്. എന്നിട്ട് പോലും അള്ളാഹിനോട് പറയുന്നത്, ആ വിശ്വാസം ഉൾക്കൊള്ളതിന്റെ പേരിൽ, നമുക്കറിയാം മൂസാ നബിയെ കൊന്നുകളയാൻ ഒരുമ്പെട്ടപ്പോൾ കൊല്ലരുത് എന്ന് പറഞ്ഞ് അവിടെ ജീവിക്കാൻ അനുവാദം കൊടുത്തതും ജീവിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതും ഫിറൗന്റെ ഭാര്യയാണ്. അതിന്റെ ഒക്കെ ആ ദേഷ്യം തീർക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന, എനിക്ക് സ്വർഗത്തിലെ ഭവനം മതി, എനിക്ക് ഇവന്റെ വീടൊന്നും ആവശ്യമില്ല. പിന്നെ ഈ ഫിറൗനിൽ നിന്നും അക്രമികളായ അവന്റെ ജനതയിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആസിയ. ആ ആസിയ ഇംറാത്ത് ഫിറൗൻ വിശ്വാസികൾക്ക് മാതൃക, വിശ്വാസിനികൾക്ക് മാതൃക എന്നല്ല പറഞ്ഞത്, വിശ്വാസികൾക്കാകമാനം മാതൃക എന്ന് പറഞ്ഞു. മറ്റൊന്ന് മറിയമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചു, അത്രേ പറയുന്നു. ഇനി സത്യനിഷേധികളുടെ മാതൃകയായിട്ട് പറഞ്ഞത് ആരൊക്കെയാ? അതും അവിടെ പറയുന്നുണ്ട്. ആരാണ്? ഏതോ 2 സ്ത്രീകളല്ല, ഒന്നും അറിയാത്തവരല്ല, ഒന്നും മനസ്സിലാകാത്തവരല്ല, എല്ലാം അറിയുന്നവരും മനസ്സിലാക്കിയവരുമാണ്. പ്രവാചകന്മാരുടെ ശീതള ഛായയിൽ വളർന്നവരാണ്, ജീവിച്ചിരുന്നവരാണ്.
ആരാണ് ആ പ്രവാചകന്മാർ? ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബിയുടെ ഭാര്യ. എന്റെ ഒരു പ്രവാചകന്റെ തണല് കിട്ടിയില്ല, കിട്ടുകയുമില്ല. മറ്റൊന്നാരാ? വമ്രാത്ത ലൂത്ത്, ലൂത്ത് നബിയുടെ ഭാര്യ. ഇവർ രണ്ടും എന്താ ഇവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? ഫഖാനത്താഹുമാ, അവർ രണ്ടാളും അവർ രണ്ടുപേരെയും ചതിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അത് അവർക്ക് അല്ലാഹുവിൽ നിന്ന് ഒരു ഉപകാരവും ചെയ്യാൻ അവർ രണ്ടാൾക്കും സാധിച്ചില്ല. ആരാണ് ആ രണ്ടുപേർ? ഒന്ന് നൂഹ് നബിയും മറ്റൊന്ന് ലൂത്ത് നബിയും അലൈഹിമസ്സലാം. അവരുടെ ഇണകൾ, അവരുടെ ഭാര്യമാർ. വലിയ ചിന്തിക്കാനുണ്ട് നമുക്ക് അവിടെ. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആണിന് രക്ഷപ്പെടണമോ പരലോകത്ത്, അവന്റെ വിശ്വാസവും അവന്റെ കർമ്മവും നന്നാകണം. പെണ്ണിന് രക്ഷപ്പെടണമോ, പെണ്ണിന്റെ വിശ്വാസവും കർമ്മവും രക്ഷപ്പെടണം. അല്ലാതെ ആണിന്റെ തണലിൽ പെണ്ണോ പെണ്ണിന്റെ തണലിൽ ആണോ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത് വെറും വാക്കല്ല, ഖുർആൻ വരച്ചു കാണിക്കുന്നു. ഇവിടെ ലൂത്ത് നബിയുടെ ഭാര്യയെയും നൂഹ് നബിയുടെ ഭാര്യയെയും, രണ്ടും പ്രവാചകന്മാർ. 9.5 നൂറ്റാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത പ്രവാചകൻ. വിരലെണ്ണാവുന്ന അനുയായികളെ മാത്രം കിട്ടി, ഭാര്യ പോലും ഒപ്പമുണ്ടായില്ല. ഭാര്യ പോലും ഒപ്പമുണ്ടായില്ല. അതാണ് മുവഹ്ഹിദുകൾ. അത്ര എണ്ണം ഉണ്ടാവുകയുള്ളൂ എപ്പോഴും. ഒരുപാടൊന്നും കിട്ടൂല, ഒരുപാടൊന്നും ഉണ്ടാകുകയില്ല. കണക്കനുസരിച്ച് 950 കൊല്ലം ഖുർആൻ പറഞ്ഞതാണ്. അൽഫ സിനീന ഇല്ലാ 50, അൽഫ സനത്തിൻ ഇല്ലാ 50, 1000 വർഷം 50 ഒഴികെ എന്ന് പറഞ്ഞാൽ എത്രയാ? 950. നമ്മൾ വെറുതെ പറയുന്ന കണക്കല്ലത്. എന്നിട്ടുണ്ടായ അവസ്ഥയാണ്. ആ നൂഹ് നബിയുടെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജലപ്രളയത്തിൽ മുക്കി നശിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു നൂഹ് നബിയോട് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താ വാചകം എന്നറിയോ? നീ കപ്പലിൽ കയറ്റണം, ഒരു കപ്പൽ ഉണ്ടാക്കി. ആരെയൊക്കെ? എല്ലാറ്റിൽ നിന്ന് ഈ 2 ഇണകളെയും, വഅഹ്ലക, നിന്റെ കുടുംബത്തെയും. എന്നിട്ടൊരു വാചകം പറഞ്ഞു, ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, അല്ലാഹുവിന്റെ ശിക്ഷയുടെ വാക്ക് ആരിൽ മുൻകടന്നുവോ അവരൊഴികെ. എന്ന് പറഞ്ഞാൽ സ്വന്തം മകനും സ്വന്തം ഭാര്യയും, വേറെ ആരുമല്ല. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ. രണ്ടാളും രക്ഷപ്പെട്ടില്ല. അവസാനം മകന് വേണ്ടി കെഞ്ചുന്ന നൂഹ് നബി നമുക്ക് കാണാൻ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കെഞ്ചുകയാണ് അല്ലാഹുവിനോട്. ഇന്നബിനി മിന്നബിനി, പടച്ചോനെ, എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ. ഇന്ന വഅദക്കൽ ഹഖ്, നിന്റെ കരാറ് സത്യസന്ധമാണ്. നീ പറഞ്ഞില്ലേ കുടുംബത്തെ കൂടി കേറ്റാൻ. സഹോദരങ്ങളെ, ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ഇതിന്റെ ആഴം? ആലോചിക്കുന്നുണ്ടോ ഇതിന്റെ ഭയാനകത? വെറുതെ കഥ കേൾക്കുകയല്ലേ, ചരിത്രം പറയുകയല്ലേ, കേൾക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. സ്വന്തം കൺമുമ്പിൽ മകൻ മുങ്ങി മരിക്കണ കാഴ്ച പിതാവായ പ്രവാചകനായ നൂഹ് നബി കാണുമ്പോഴാണ് പറയുന്നത്, മോനെ കേറിക്കോ, ഇതിൽ രക്ഷപ്പെടണമെങ്കിൽ. ഓൻ പറഞ്ഞു, സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ കയറിക്കോളും, എന്നാൽ ഈ കപ്പലിൽ ഞാൻ കയറൂല. വിശ്വാസികളുടെ കപ്പലിൽ ഞാനില്ല. വാപ്പനോട് പറഞ്ഞ മറുപടിയാണ്. നമ്മൾ വാപ്പമാരാണ്, മക്കളുണ്ട്. വാപ്പമാരും മക്കളും ഭാര്യമാരും മക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണിത്. നമ്മൾ സാധാരണയായി സത്യവിശ്വാസികളായ രണ്ടാളുടെ ഉപമകൾ കഴിഞ്ഞ് ഊറ്റം കൊള്ളുമ്പോൾ സത്യനിഷേധികളായ രണ്ടാളുകളുടെ ഉപമ പറഞ്ഞ് അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കുന്നത് നാം മറന്നു പോകുന്നു പലപ്പോഴും. ആലോചിച്ചു നോക്കുക. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഒപ്പം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം ഇതുമായി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യതയില്ലേ നമുക്ക്? എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഏതായാലും ഇങ്ങനെയായി എന്ന ചിന്തയാണോ എനിക്ക് നിങ്ങൾക്കും ഉള്ളത്? എങ്കിൽ കരുതണം, നമ്മൾ ആലോചിക്കണം, നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മൾ അതാണ് നൂഹ് നബിയുടെ
എന്നിട്ട് അവസാനം ആവശ്യമില്ലാത്ത കാര്യം, നിനക്ക് വിവരമില്ലാത്ത കാര്യം നീ എന്നോട് ചോദിക്കരുത് എന്ന് അള്ളാഹുവിന്റെ മറുപടി കേട്ടപ്പോൾ ഖേദിച്ചു മടങ്ങിയ നൂഹ് നബിയെ ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നു. ആ നൂഹ് നബിയുടെ ഭാര്യയുടെയും മകന്റെയും കഥയാണ് ഈ കേൾക്കുന്നത്. എന്തുകൊണ്ട്? വിശ്വാസത്തിലും ആദർശത്തിലും ഒപ്പം ഉണ്ടായില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയുടെ ചരിത്രം നമുക്കറിയാം. ഇന്നും സദൂമിലൂടെ യാത്ര ചെയ്താൽ ചാവുകടലും അതുപോലുള്ള കാര്യങ്ങളും ഇന്നും മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന, ആലോചിപ്പിക്കുന്ന നിലയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തിനത്? ഇതൊരു വലിയ ആയത്തായിട്ട്, ദൃഷ്ടാന്തമായിട്ട്. എങ്ങനെയാണ് ശിക്ഷിച്ചത്? ഒരു വലിയ ഘോര ശബ്ദം നേരം വെളുത്തപ്പോഴുണ്ടായി. അതിനുശേഷം നല്ല ചുട്ടുപഴുത്ത ചരൽ മഴ ഇങ്ങനെ അങ്ങോട്ട് വർഷിച്ചു, എല്ലാത്തിനെയും നശിപ്പിച്ചു. അപ്പോഴും ആ ശിക്ഷ നടപ്പിൽ വരുത്താൻ വേണ്ടി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മലക്കുകളെ പറഞ്ഞയക്കുമ്പോൾ ലൂത്ത് നബി ഒന്ന് നടുങ്ങി, ഒന്ന് ഭയപ്പെട്ടു, ശിക്ഷ വന്നാലുള്ള അവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട്. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഇന്നാ മുനജ്ജൂക വഅഹ്ലക, ഇന്നാ മുനജ്ജൂക വഅഹ്ലക, പേടിക്കണ്ട, നിന്നെയും നിന്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തും. നിന്റെ ഭാര്യ ഒഴികെ നിന്റെ കുടുംബത്തെ നാം രക്ഷപ്പെടുത്തും. നീ പേടിക്കണ്ട, നിന്റെ ഭാര്യ ഒഴികെ. കാരണം കാനത്ത് മിനൽ ഗാബിരീൻ, അവൾ ശിക്ഷ ലഭിക്കേണ്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. ലൂത്ത് നബിയുടെ ശത്രുവായി ലൂത്ത് നബിയോടൊപ്പം ജീവിച്ച സ്ത്രീയാണ് ലൂത്ത് നബിയുടെ ഭാര്യ. കഥകളും ചരിത്രങ്ങളും ഒന്നും പറയുന്നില്ല. എന്തിനാണ് ഈ 4 ഉപമകൾ, 4 സ്ത്രീകളെ ഉപമിച്ച് കാണിച്ചത്? വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാലുള്ള ഗുണം. വിശ്വാസവും ആദർശവും ഇല്ലാതെ ആർക്കെങ്കിലും ഒരാൾക്കത് ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിട്ടില്ലാകാതിരുന്നാൽ അത് പ്രശ്നമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി, ചിന്തിപ്പിക്കാൻ വേണ്ടി. അതാണ് സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നെന്ന് ഓർക്കുക. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കാണാം. ഇബ്രാഹിം നബി, ആസർ, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ താലിബ്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആബായിനും അസ്വാജിനും ദുരിയാത്തിനും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാവുന്ന അവസ്ഥകളെ കുറിച്ചും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞു തരുന്നത് തന്നെയാണ്. ഇതൊന്നും ആരുടെയും സ്വന്തം ഇഷ്ടം അനുസരിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങളല്ല. നേരത്തെ നമ്മൾ കേട്ടത് 2 സംഭവങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാകുക. അതോടൊപ്പം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. വാപ്പ, ഇണകൾ, അതുപോലെ തന്നെ സന്താന പരമ്പരകൾ എല്ലാം ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതും നടക്കും. അത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈമാനിലും അമലുസാലിഹിലും എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും. അപ്പൊ അത് സൂറത്തുർ റഅദിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു തരുന്നത്. ആയത്തിന്റെ നമ്പർ പറയാം, സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല. സൂറത്തുർ റഅദിലെ 21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ എന്നെടുത്ത് പരിശോധിച്ചു നോക്കുക. അതിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത് നിത്യവാസത്തിന്റെ തോട്ടങ്ങൾ. അതിൽ ആരൊക്കെ പ്രവേശിക്കും? യദ്ഖുലൂനഹ, ഈ പറഞ്ഞ നല്ല സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന, ആ നല്ല സ്വഭാവങ്ങൾ അള്ളാഹുവിനോടുള്ള കരാറ് നിറവേറ്റിയവർ, കരാറ് ലംഘിക്കാത്തവർ, അള്ളാഹു കൂട്ടിച്ചേർക്കാൻ, ഇണക്കിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ ഇണക്കിച്ചേർക്കുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ, ഏറ്റവും മോശമായ കഠിനമായ വിചാരണയെ ഭയപ്പെടുന്നവർ, അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തിൽ എന്ത് നേരിടേണ്ടി വന്നാലും അത് ക്ഷമിക്കുന്നവർ, സഹിക്കുന്നവർ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവർ, അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവ് ചെയ്യുന്നവർ, തിന്മയെ നന്മ കൊണ്ട് തടയുന്നവർ. ഇത്രയും ഗുണങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അവർ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ അവരോടൊപ്പം ആരൊക്കെയാണ്? അവരുടെ ഉപ്പമാർ, അവരുടെ ഉമ്മമാർ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ, എല്ലാവരും ഉണ്ടാവും. വേണ്ടതെന്താണ് എന്നുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിൽ ഉള്ള മാർഗം എന്ന് നാം മനസ്സിലാക്കുക.
നമ്മൾ ഓരോരുത്തരും നന്നാവുക നമ്മുടെ പരലോകത്തിന് വേണ്ടി. പുരുഷനും സ്ത്രീയും ഭർത്താവും ഭാര്യയും മക്കളും എല്ലാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു രംഗമാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു 2-3 തലമുറകൾ കഴിയുമ്പോൾ ഇപ്പമുള്ള ഈ സ്ത്രീകളുടെ വിശ്വാസപരമായ ഈമാനികമായ രംഗം ചിലപ്പോൾ നമുക്കൊന്നും അടുത്ത 3 തലമുറയ്ക്ക് ശേഷം വരുന്നവർക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിലേക്കുള്ള സ്റ്റെപ്പാണ് 1 by 1 ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മതം അത് കേൾക്കാൻ തയ്യാറില്ല ഇന്നത്തെ തലമുറ. ആണിനും ഇല്ല പെണ്ണിനും ഇല്ല, അത് കേൾക്കാനുള്ളതില്ല. ഇപ്പൊ ജുമഅക്ക് തന്നെ വന്നാൽ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ശപിക്കുന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന എത്രയോ പേര് ഇതിനിടയിൽ ഉണ്ടാവും. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊരു ചടങ്ങാണ് ജുമഅ, അല്ലേ? ഒരു ചടങ്ങ്. വെള്ളിയാഴ്ച ആവണം, പള്ളി വരണം, കുറച്ചു നേരം അവിടെ കയറി ഇരിക്കണം, ഉറങ്ങാൻ പറ്റുമെങ്കിൽ സുന്ദരമായിട്ടിരുന്ന് ഉറങ്ങണം. അതിന് കഴിയുന്നില്ലെങ്കിൽ പറയുന്ന ആളെ ശപിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിറങ്ങി പോകണം. ഇതൊരു ചടങ്ങ്. ഇതിന്റെ കാമ്പും കഴമ്പും നമുക്കറിയില്ല, നമ്മൾ ചിന്തിക്കാറുമില്ല, ആലോചിക്കാറുമില്ല. മതം പറയുന്നത് ഇഷ്ടമല്ല, മതത്തെ കുറിച്ച് ഉത്ബോധിപ്പിക്കുന്നത് ഇഷ്ടമല്ല, ആണിനും ഇഷ്ടമല്ല, പെണ്ണിനും ഇഷ്ടമല്ല വളർന്നു വരുന്ന തലമുറയ്ക്ക്. ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്ന് ഇവിടുത്തെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ, ഇംഗ്ലീഷും മലയാളവും പഠിപ്പിക്കാൻ, കലാലയങ്ങളിലേക്ക് പോകാൻ, ഉന്നത കലാലയങ്ങളിൽ പോയി പഠിക്കാൻ അവസരം ഒരുക്കിയ ആ ഒരു ഭീഷണമായ അന്തരീക്ഷം, ഒരു ഭീകരമായ അന്തരീക്ഷം, എതിർപ്പുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ പരിണിതഫലം ഒരുപാട് അറിവുകൾ ഉണ്ടായി. ഭൗതികമായ അറിവുകൾ മുന്നോട്ട് നീങ്ങി, മതപരമായ അറിവിന്റെ രംഗത്ത് പിന്നോട്ട് പോയി. കാരണം അതിനാണ് മുൻഗണന കൊടുത്തത്. ഇതിനൊരു മുൻഗണനയും കൊടുത്തില്ല. രണ്ടിനും നൽകേണ്ടതുപോലെ നൽകിയില്ല. തന്നിമിത്തം സംഭവിക്കുന്നത് എന്താ? ഉപ്പയെ ചോദ്യം ചെയ്യുന്ന പെൺമക്കൾ, ഉമ്മയെ ചോദ്യം ചെയ്യുന്ന പെൺമക്കൾ, ഉപ്പയും ഉമ്മയും വിട്ടെറിഞ്ഞുകൊണ്ട് കണ്ണിൽ കണ്ടവന്റെ പിന്നാലെ ഓടുന്ന പെൺമക്കൾ എന്റെ ഈ സ്ഥിതിയിലേക്ക് എത്തി. കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നതിന്റെ തിക്തഫലം. ജാഗ്രത പാലിച്ചോളി നമ്മൾ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു 2-3 തലമുറ കഴിയുമ്പോൾ ഇപ്പൊ ഉള്ള ഇതുപോലും കാണില്ല. കാരണം മുമ്പുള്ള പലതും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. ആലോചിച്ചോളി, ചിന്തിച്ചോളി, സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലത് ഏതാണോ അതിലേക്ക് നീങ്ങാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. 2-3 ദിവസം കഴിയുമ്പോൾ ഒരു വർഷം മാറുകയാണ്. വർഷം മാറുന്നതുമായി ഇസ്ലാമിന് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല, തരാനുമില്ല. കാരണം അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞ് ഇപ്പൊ നമുക്കറിയാം 2024 കഴിഞ്ഞ് 2025 എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കുന്നവരാണ് നമ്മിൽ പലരും. പല കാര്യങ്ങളും, വിവാഹങ്ങളും അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളും യോഗങ്ങളും സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഇങ്ങനെ പലതും അങ്ങനെ ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് വർഷം പിറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം പക്ഷേ ഒരു വാചകം ഒറ്റ വാചകം എനിക്ക് പറയാനുള്ളൂ. വർഷം മാറുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പിന്നിലേക്ക്. എന്ത്, എങ്ങനെ, എത്ര, വരാനിരിക്കുന്നതിൽ എങ്ങനെ ആയിരിക്കണം. നമ്മൾ സാധാരണ കാണുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ നമ്മളൊരു ചടങ്ങായി ഇതിങ്ങനെ മാറുന്നുണ്ട്. അത് ശരിയാണ്. അങ്ങനെ അത് പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടോ, പറഞ്ഞാൽ കുഴപ്പമുണ്ടോ, ഇയാദി ചിന്തകൾക്കപ്പുറം അത് പറയുമ്പോഴെന്താണ്, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുമ്പോഴെന്താണ്, അടുത്തൊരു വർഷം സന്തോഷത്തിന്റെ വർഷമായിരിക്കണോ എന്നുള്ള ഒരു ആഗ്രഹമാണ്. എല്ലാ വർഷവും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും വെറും സന്തോഷം മാത്രമല്ല, ജീവിതത്തിൽ സന്താപവും പിടിച്ചു നിൽക്കാൻ നിർവാഹമില്ലാത്ത നിലയിലുള്ള തീക്ഷ്ണമായ പരീക്ഷണങ്ങളും വലിയ ദുരന്തങ്ങളും ഇങ്ങനെ ഓരോന്നായി. ഇന്ന് ഡിസംബർ 27
ഇതുപോലൊരു ഡിസംബർ 27-നാണ് ലോകത്തെ മുഴുവനും ഞെട്ടിവിറപ്പിച്ച സുനാമി ഉണ്ടായത്. നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഇങ്ങനെ പലതും സംഭവിക്കും ജീവിതത്തിൽ. അവിടെ ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള അത്താണി അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം വിസ്മരിച്ചുകൊണ്ട് ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന പല പേക്കൂത്തുകളുമുണ്ട്. അതിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓരോ മുസ്ലിം വ്യക്തിയുടെയും ഐഡന്റിറ്റിക്ക് ആവശ്യമാണെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. അങ്ങനെ ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും അതുപോലെ പലതും ഞാൻ പറയുന്നില്ല. ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ എന്തൊക്കെയാ നടക്കാൻ പോണേന്ന്. ആ നടക്കാൻ പോണതിൽ ഞാൻ ഉണ്ടാവില്ല, എൻ്റെ മകൻ ഉണ്ടാവില്ല, എൻ്റെ മകൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി, വ്യക്തിത്വം നിലനിർത്താൻ കഴിയുന്നവരായി നമ്മൾ തീരും. അതുപോലെ തന്നെ വരാനിരിക്കുന്ന നാളുകൾ ഏറ്റവും നല്ല നാളുകളായി തീരാൻ ഉള്ള പ്രാർത്ഥന ഉണ്ടാവുക. യുദ്ധങ്ങളില്ലാത്ത, കലഹങ്ങളില്ലാത്ത, പീഡനങ്ങളില്ലാത്ത, യാതനകളും വേദനകളും ഇല്ലാത്ത, അഭയാർത്ഥികളുടെ നെട്ടോട്ടമില്ലാത്ത നല്ലൊരു വർഷമായി തീരാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മെക്കുറിച്ച് ചിന്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ രംഗത്ത് നമുക്ക് പറയാനുള്ള കാര്യം. അല്ലാതെ പ്രത്യേകിച്ച് അത് മാറുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഒന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ എന്ന് ദൃഢമായി വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും അവന്റെ സംതൃപ്തി, ഏറ്റവും വലിയ സംതൃപ്തി പരലോകത്ത് നേടിയെടുക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദീനിന്റെ യഥാർത്ഥ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നമ്മുടെ മക്കൾക്കും പേരക്കിടാങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.